CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നവോച്ച സിംഗിന്റെ ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചുള്ളതാണ്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിനെ കുറിച്ചുമുള്ളതാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെയാണ് നിലവിൽ നവോച്ച സിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഐബൻ ഡോഗ്ലിങ്ങിന് പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ നിരയിൽ ഇറക്കി കളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുംബൈ സിറ്റി എഫ്സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് നിലവിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഐബൻ ഡോഗ്ലിങ്ങിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലെത്തിയ ഈ ഒരു താരത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് പിഴവുകളൊന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ട്രാൻസ്ഫർ എന്ന ഒരു എക്സ് അക്കൗണ്ട് ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു ട്വീറ്റിൽ പറയുന്നത് നവോച്ച സിംഗ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോവാൻ ചില ചാൻസുകൾ ഉണ്ട് എന്നാണ്. ഏതായാലും നമുക്ക് ആ ഒരു ട്വീറ്റിലേക്ക് അഥവാ ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ലെഫ്റ്റ് ബാക്ക് താരമായ നവോച്ച സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും നവോച്ച സിംഗിന് കരാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയേക്കാൾ കൂടുതൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയാണ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യത കൂടുതലുള്ളത്. കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ CEO മന്ദിരിന് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള അതിയായ ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ദിമിത്രിയോസിന്റെ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസൺ അവസാനിക്കുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള ദിമിയുടെ കരാർ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദിമിയുടെ ട്രാൻസ്ഫർ വാർത്തകളും ചർച്ചകളുമാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മുൻപന്തിയിലുള്ളത്. ഏതായാലും താരത്തിന് ഓഫറുമായി കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ദിമി പ്രതീക്ഷിക്കുന്ന ഓഫർ നൽകാത്തത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഓഫർ ദിമിത്രിയോസ് ഡയമൻഡോസ് നിരസിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ISLൽ നിന്നും വിദേശ ക്ലബ്ബുകളിൽ നിന്നും താരത്തിന് ഓഫറുകൾ രംഗത്തുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുകൂടാതെ ISLൽ നിന്നും ഈസ്റ്റ് ബംഗാൾ താരത്തിന് മുന്നിൽ ഒരു മികച്ച ഓഫർ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദിമിയെ കിട്ടിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരവും നിലവിൽ മുംബൈ സിറ്റി താരവുമായ ഡയസിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഗോവയിൽ നിന്നുള്ള സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മൊർഗുല ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു വ്യക്തമായ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിനെയും കൂടാതെ തന്നെ നിലവിലെ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ പെരേര ഡേയ്സിനെയും ടീമിലേക്ക് എത്തിക്കുവാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈസ്റ്റ് ബംഗാൾ FC വിദേശ മുന്നേറ്റ താരങ്ങൾക്ക് വേണ്ടി നിലവിൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും മാർക്കസിന്റെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നമുക്ക് ഉറപ്പിച്ചു പറയാം ദിമിത്രിയോസ് ഡയമൻഡോസിനെ ഈസ്റ്റ് ബംഗാൾ FC ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന്. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.